വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കണേ, എഗ് പോള. അപ്പോൾ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമ്മൾ ചേർക്കണില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം, ഒരു ഉള്ളിയുടെ മസാല. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തതും പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ. ഇനി ഇതൊന്ന് വഴറ്റി വരുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശമൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ മസാലപ്പൊടികൾ നമ്മളിതിൽ ചേർക്കണില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മസാല മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ. കൂടുതൽ മസാലപ്പൊടികൾ നമ്മളിതിൽ ചേർക്കണില്ല. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കണത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാണ്. അതിലത്തെ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ചേർക്കണത്. ഒരു പാക്കറ്റിൽ ഇതുപോലെ 2 എണ്ണം ഉണ്ടാകും, അതിലത്തെ ഒരെണ്ണം ചേർത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഈ ഒരു മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലത്തെ ഉപ്പ് തന്നെ ഇതിലേക്ക് ഉണ്ടാകും, പാകത്തിന് തന്നെ ഉണ്ടാകും. ഇനി അഥവാ കുറവാണെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ലെമൺ ജ്യൂസാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലപ്പൊടിയുടെയും ആ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഈ ഒരു സവാളയിൽ യോജിച്ച് കിട്ടണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത്, നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം കേട്ടോ. കറിവേപ്പില നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ ഫ്ലേവർ കിട്ടും ഇതിന്. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി മല്ലിയില ഇത്രയും ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കുകയും ചെയ്യാം ഇഷ്ടമല്ലാത്തവർക്ക്. അല്ലെങ്കിൽ മല്ലിയില പറ്റ ഒഴിവാക്കിയിട്ട് കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ചേർക്കാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മതി ഈ ഒരു ക്യാപ്സിക്കം ചേർക്കണത്. ഇത് അധികം വെന്ത് പോവരുത്, നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/4 കപ്പോളം നല്ല ഫ്രഷ് ആയിട്ടില്ല പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഇതുപോലുള്ളൊരു പാന് വേണം. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും, അടിക്ക് പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തു കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് അതിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഈ എണ്ണ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ്, അതിൻ്റെ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഭാഗം മുറിച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയിൽ മുക്കുക. ആദ്യം ഫസ്റ്റ് മുക്കിയതിന് ശേഷം നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ കുറച്ച് കയറ്റിയിട്ട് വെച്ച് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ ഫസ്റ്റ് ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം കുറച്ച്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാൻ. നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൻ്റെ അടിയിൽ ആ ബ്രെഡെല്ലാം നിരത്തി ഒട്ടും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ആ ഒരു മസാല, അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി ഒരു 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ട് നമുക്ക് ഈ പുഴുങ്ങിയ മുട്ട നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് വെതറി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കുമായിട്ട്. ആ മസാല ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നമ്മുടെ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, മുട്ടയും പാലും കൂടെ ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, ആ ഒരു മിക്സ് അതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കി എത്ര ഉണ്ടോ അത്രയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത്രയേ ഉള്ളൂ, നമ്മൾ മൂടി വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശയുടെ തവ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒട്ടും ആവി പുറത്ത് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ആവി പുറത്തേക്ക് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റുള്ളൊരു സാധനം വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ, അപ്പോൾ നല്ല ചൂടായ ദോശക്കല്ലാണ്, എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കുക. ഇന്നിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ കണ്ടോ, അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലൊരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കമഴ്ത്തി കൊടുക്കുക ആ ഒരു പാനിലേക്ക്. ഇനി ഇത് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറിയ ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡിയായി. മുട്ടയുടെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ആ ഒരു ചൂടിൽ കഴിക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.